എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ രാമാഭിഷേകത്തിന് ഒരുങ്ങുന്ന സന്ദർഭം നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. സീതയോടൊപ്പം രാമലക്ഷ്മണന്മാരും വാനരപ്രഭൃതികളും എല്ലാവരും അയോധ്യയിലേക്ക് എഴുന്നള്ളുകയാണ്. ആ എഴുന്നള്ളുന്നതിനിടയിൽ ശ്രീരാമൻ പുഷ്പകത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ തീരുമാനിച്ചു ഒന്ന് ചെറിയ കാര്യങ്ങൾ. ആ കാര്യങ്ങളിൽ ഒന്ന്, നേരിട്ട് അയോധ്യയിലേക്ക് പോകുന്നില്ല, ഭരദ്വാജ ആശ്രമത്തിൽ ഒന്ന് തങ്ങുന്നു. സീതയ്ക്ക് ഈ മുനിവാടങ്ങളെല്ലാം ഒന്നുകൂടി കാണണമെന്ന് ആഗ്രഹം പ്രദർശിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ മറവിൽ രാമൻ ഭരദ്വാജ ആശ്രമത്തിൽ ഇറങ്ങിയ ഉടൻ തന്നെ ഹനുമാനെ വിളിച്ച് പറഞ്ഞു, ഹനുമാൻ, അങ്ങൊരു കാര്യം ചെയ്യണം, നേരെ അയോധ്യയിൽ ചെല്ലണം. അയോധ്യയിൽ ചെന്ന് അവിടുത്തെ പരിസ്ഥിതികളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അമ്മമാരോടും എല്ലാവരോടും കുശലം അന്വേഷിക്കണം. അയോധ്യ നിവാസികളോട് കാര്യങ്ങൾ സംസാരിക്കണം. കൂട്ടത്തിൽ ആദ്യം പോകുന്ന വഴിക്ക് തന്നെ ഗുഹനുണ്ട്. ഗുഹൻ തൻ്റെ പഴയ സുഹൃത്താണ്. ആ ഗുഹനെ കണ്ട് കുശലവും പറഞ്ഞ് രാമൻ ഞാൻ വരുന്നു എന്നുള്ള വൃത്താന്തം അറിയിച്ചതിന് ശേഷം വേണം അങ്ങോട്ട് പോകാൻ. അവിടെ ചെന്നിട്ട് ഭരതൻ എന്ത് ചെയ്യുന്നുവെന്നും എൻ്റെ ആഗമന വൃത്താന്തം കേട്ട ഉടനെ ഭരതൻ എന്ത് ഭാവവ്യതിയാനമാണ് ഉണ്ടാകുന്നതെന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ച് എന്നോടൊന്ന് പറയുകയും വേണം. എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ പോയി പറഞ്ഞാൽ മതിയല്ലോ, അല്ലെങ്കിൽ പറയേണ്ട ആവശ്യമില്ലെന്ന് ഹനുമാനും കരുതിയിട്ടുണ്ടാവണം. അതുകൊണ്ട് ഹനുമാൻ രണ്ടാമത് തിരിച്ച് ഭരദ്വാജാശ്രമത്തിലേക്ക് പോയില്ല. ഹനുമാൻ ശരി, ഓക്കെ സ്വാമി എന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങ് പോവുകയാണ്. അങ്ങ് ചെന്ന് ഗുഹനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഗുഹൻ വളരെ സന്തോഷമായി, വളരെ ആഹ്ലാദിച്ചു. അയാൾക്ക് സന്തോഷ കണ്ണീരൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് നേരെ അയോധ്യയിലെത്തി എല്ലാവരോടും രാമൻ പറഞ്ഞതുപോലെ തന്നെ കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി ഒടുവിൽ നന്ദിഗ്രാമത്തിൽ വസിക്കുന്ന ഭരതകുമാരൻ്റെ അടുത്ത് ചെന്ന് ആരാണെന്നൊന്നും പറയുന്നില്ല. ഞാൻ രാമൻ അയച്ച ദൂതനാണ്, എൻ്റെ പേര് ഹനുമാനാണ് എന്നൊന്നും പറഞ്ഞില്ല. ഒരു പരിചയപ്പെടുത്തലും ഉണ്ടായില്ല. സാധാരണ അങ്ങനെയല്ലല്ലോ, ഒരിടത്ത് ചെന്നാൽ ഉടനെ നമ്മളൊന്ന് പരിചയം, ഞാൻ ഇന്നടത്ത് വരികയാണ്, എൻ്റെ പേര് ഇന്നതാണ്, ഞാൻ ഇന്ന ആവശ്യമായിട്ട് വന്നതാണ്, ഇന്നാളെ കാണാൻ വന്നതാണ് എന്ന് പറയാറുണ്ടല്ലോ. ഇതങ്ങനൊന്നുമില്ല. ഹനുമാൻ ഒരു പരിചയപ്പെടുത്തലും നടത്താതെ പറഞ്ഞു, ശ്രീരാമദേവൻ അയോധ്യയിലേക്ക് തിരിച്ചിട്ടുണ്ട്. 14 വർഷത്തെ അദ്ദേഹത്തിൻ്റെ വനവാസം അവസാനിക്കുകയാണ്. നേരെ അയോധ്യയിലേക്ക് വരുന്നുണ്ട്. ഇത് കേട്ടപാടെ ഭരതൻ അവിടെ നിന്ന് ചാടി എഴുന്നിട്ടു ആഗതനെ ഒന്ന് സൂക്ഷ്മ നിരീക്ഷണം നടത്തി. മുമ്പ് കണ്ടിട്ടില്ല ഇങ്ങനെ ഒരാളെ. തികച്ചും അപരിചിതനായ ഒരാൾ തൻ്റെ മുമ്പിൽ വന്ന് ഇക്കാര്യങ്ങൾ പറയുന്നു. എന്നാലും കേൾക്കേണ്ടത് കേട്ട് വളരെ ചിരപ്രതീക്ഷിതമായിരിക്കുകയാണല്ലോ ഈ വർത്തമാനം. രാമൻ വരുമെന്നുള്ള ആ താല്പര്യത്തോടെ ഇരിക്കുകയാണ്. അത് സന്യാസിമാർ ധരിക്കുന്ന പോലുള്ള മരകുരിയൊക്കെ ധരിച്ച് വളരെ മെലിഞ്ഞ ശരീരനായിട്ട് ഫലമൂലാദികൾ മാത്രം കഴിച്ച് വളരെ ബ്രഹ്മചര്യ വ്രതത്തോടുകൂടി ഈ രാജ്യം ആർക്കോ വേണ്ടി ഭരിക്കുകയാണെന്നുള്ള പൂർണ്ണബോധ്യത്തോടു കൂടി ആണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു പോകുന്നത്. അപ്പോഴങ്ങനെ ഈ വിവരങ്ങൾ കേട്ടപാടെ അദ്ദേഹത്തിന് മഹാലസ്യം ഉണ്ടാവുകയാണ്. സന്തോഷം സഹിക്കാൻ വയ്യ. പിന്നെ കുറച്ച് കഴിഞ്ഞ് ബോധമൊക്കെ തെളിഞ്ഞു. അപ്പോൾ അങ്ങ് ആരാണ് എന്നോട് ഈ ഹിതവർത്തമാനം പറയുന്ന? അങ്ങ് ആരാണ്? അങ്ങ് എവിടെ നിന്ന് വരുന്നു? മുമ്പ് ഞാൻ കണ്ടിട്ടില്ലല്ലോ. എന്താണ് കഥ? എൻ്റെ ജ്യേഷ്ഠനെ അങ്ങ് എവിടെ വെച്ചാണ് കണ്ടത്? ഈ പറയുന്നത് സത്യമാണോ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത്രയധികം രാക്ഷസന്മാരെയും വധിച്ച് എൻ്റെ ജ്യേഷ്ഠൻ ഇവിടെ എത്തിയോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഈ വർത്തമാനങ്ങളും പ്രകൃതം കണ്ടപ്പോഴേ തന്നെ ഹനുമാന് തൃപ്തിയായി. ഇങ്ങനെ അനുജനെ എവിടെയും കിട്ടത്തില്ല. ഇങ്ങനെ ഒരു ഭ്രാതൃ സ്നേഹം, ഭ്രാതൃ വാത്സല്യത്തിൻ്റെയും ഭ്രാതൃ സ്നേഹത്തിൻ്റെയും മറ്റ് ജ്യേഷ്ഠനോടുള്ള ആദരത്തിൻ്റെതുമായ ഒരു ചിത്രം മുമ്പ് ആർക്കും കാണാൻ കഴിയില്ല. അതാണ് രാമായണത്തിലെ ഭ്രാതൃധർമ്മം എന്ന് പറയുന്ന ഗുണം. മറ്റെല്ലാ ധർമ്മങ്ങളെ പോലെ തന്നെയുമുള്ള ഒരു ധർമ്മം ഇവിടെ പുലർത്തപ്പെടുകയാണ്, സുഹൃത്ത് ധർമ്മം. ഗുഹനോട് വേണമെങ്കിൽ പറയാതിരിക്കാമായിരുന്നു, ഇച്ചിരി കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. കുറേ കഴിഞ്ഞിട്ട് പട്ടാഭിഷേകമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ഗുഹനോടൊന്ന് പറഞ്ഞേക്കണേ ഇങ്ങനെ കാര്യങ്ങൾ. അല്ലെങ്കിൽ ഈ അഭിഷേകം തീരുമാനിച്ചിടുന്ന ഗുഹനോട് ഒരു കത്തയക്കുക, അല്ലെങ്കിൽ ഒന്ന് പോയി പറഞ്ഞാൽ അഭിഷേകമാണെന്ന് വരാൻ പറയണേ എന്ന് പറഞ്ഞാൽ മതിയല്ലോ.
അതല്ല രാമൻ ചെയ്തത്. രാമൻ പറഞ്ഞ ആദ്യം ഗുഹനോട് പറയണം ഞാൻ വന്ന കാര്യം. സുഹൃത്ത് ധർമ്മമാണ്. വളരെ മുമ്പ് മുതലേ തൻ്റെ സുഹൃത്തായിരുന്ന ആളാണ് ഈ ഗുഹൻ. ആ ഗുഹനോട് വർത്തമാനം പറഞ്ഞ വിവരങ്ങൾ അറിയിക്കുക. അതിനുശേഷം അയോധ്യാനിവാസികളോടും മാതാക്കന്മാരോടും ഇതെല്ലാം പറയുക, വന്നിട്ട് പറയുക, സുഖാന്വേഷണങ്ങൾ നടത്തുക. അതിനുശേഷം ഭരതകുമാരനോട് പറയുക എന്നാ പറഞ്ഞ്. അതുപോലെ തന്നെയാണല്ലോ രാവണ വധാനന്തരം ആദ്യം എനിക്ക് സീതയെ കാണണം, എനിക്ക് സീതയെ ഇപ്പം കാണണം എന്നല്ല രാമൻ പറഞ്ഞത്. സീത എന്നുള്ള കാര്യം തന്നെ രാമൻ മനഃപൂർവ്വം അവിടെ മാറ്റിവെക്കുക ചെയ്തത്. രാവണനൊക്കെ വധിച്ചല്ലോ, എനിക്ക് സീതാദേവി വേണ്ടിയെടുത്ത് ഹനുമാനെ എങ്ങനെ വിളിച്ചോണ്ടോ സീത എന്നൊന്നും പറഞ്ഞില്ല. ആദ്യം ചെയ്തത് എന്താ? വിഭീഷണന് രാജ്യാഭിഷേകം നടത്തുകയാണ്. വിഭീഷണൻ നാരദൻ വന്നു സ്തുതിഗീതങ്ങൾ പറഞ്ഞു, ബ്രഹ്മദേവൻ വന്നു സ്തുതിഗീതങ്ങൾ പറഞ്ഞു, ദേവന്മാരെല്ലാം ആകാശദേശത്ത് അണിനിരന്നു, ആശസ്സുകൾ തൂകി, പുഷ്പവൃഷ്ടി നടത്തി. ഇതെല്ലാം സന്ദർഭങ്ങളിങ്ങനെ കഴിയുക. അത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ഒടുവിലാണ് എന്നാൽ സീതയെ എനിക്ക് വിളിച്ചു കൊണ്ടുവരൂ. അതെങ്ങനെ വേണം എന്നാൽ ഇപ്പോൾ സീത ഇഞ്ഞി വിളിച്ചോണ്ടോ, ഞാൻ കണ്ടിട്ട് കുറേ കാലമായി, ഒരു വർഷത്തിലധികമായി കണ്ടിട്ട് ഇഞ്ഞി വിളിച്ചോണ്ടോ, ഞാൻ അവളത് കണ്ടോട്ടെ എന്നൊന്നും പറഞ്ഞില്ല. അങ്ങനെയല്ല പറഞ്ഞത്. കുളിച്ച് ശുഭ്രവസ്ത്രധാരിണിയായി ചമയങ്ങൾ അണിഞ്ഞ് സമക്ഷത്തിലൂടെ ഈ ജനസാഗരമുണ്ട്. ഇവിടെ ഒരുപാട് ആളുകളാണ്, വാന്റെ പ്രഭൃതികളും മുനിമാരും ദേവന്മാരും എല്ലാവരുമായ ആളുകൾ നിൽക്കുകയാണ്. രാക്ഷസ പ്രഭൃതികളും എല്ലാവരും ഉണ്ട്. അതിൻ്റെ ഇടയിലൂടെ കൊണ്ടുവരാനാണ് പറയുന്നത്. പൊതുജനം കണ്ടെന്ന് വെച്ചാൽ എനിക്കൊരു പ്രശ്നമില്ല എന്താ ഒരു സ്ത്രീലംബടനാവാൻ തനിക്ക് താല്പര്യമില്ല. രഘുവംശ രാജാക്കന്മാരെല്ലാവരും ഈ പോളിഗാമി ഉള്ളവരായിരുന്നു, അതായത് ബഹുഭാര്യാത്വം ഉള്ളവരായിരുന്നു. രാമനതൊരിക്കലും ബദ്ധ്യമല്ല. ഏകപത്നി വ്രതമാണെന്ന് മാത്രമല്ല, സ്ത്രീ വിഷയകമായ കാര്യങ്ങൾ ഒരു വിഷയലമ്പടത്വത്തിന് ഒരിക്കലും വിധേയമായതുമില്ല രാമൻ. തൻ്റെ ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും തൻ്റെ സ്വഭാവശുദ്ധിയുടെയും പൂർണ്ണ അവസ്ഥ എന്നും നിലനിർത്തണമെന്ന്, എന്ത് ധർമ്മസങ്കടം സഹിച്ചാലും നിലനിർത്തണമെന്ന് മോഹിച്ചവനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അങ്ങനെ സീതയെ കാണണമെന്ന് പറഞ്ഞില്ല. അതുപോലെ ഇവിടെയും ഭരതനെ കാണണമെന്ന് പറഞ്ഞില്ല. അതിനു മുമ്പ് ഇത്തരം കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഭ്രാതാവായ ഭരതനെ, ഭ്രാതാവെന്നുള്ള സഹോദരനായ ഭരതനെ കാണണമെന്നുള്ള താല്പര്യം. അതെങ്ങനെ ഭരതൻ എന്തെങ്കിലും വൈമനസ്യമുണ്ടോ എന്ന് അറിയാനാ. ഇത്രയും നാൾ അമ്മ പറഞ്ഞിട്ട്, അമ്മയായ കൈകൈ പറഞ്ഞിട്ടാണല്ലോ അച്ഛൻ്റെ പ്രതിജ്ഞ പ്രകാരമാണെങ്കിലും രാജ്യം ഭരതന് കൊടുത്തിട്ട് പോകുന്നത്. അങ്ങനെ രാജ്യം കൈയാളിയിരിക്കുന്ന ഭരതന് മനസ്സിൽ എവിടെയെങ്കിലും രാജ്യമോഹമുണ്ടോ? രാജ്യം ഭരിച്ചാൽ കൊള്ളാമെന്നുള്ള അയോധ്യയോടുള്ള പ്രത്യേക മമതാബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ അയോധ്യയ്ക്ക് പോകുന്നില്ല എന്നുള്ള മനസ്സാണ് രാമനുള്ളത്. ഞാൻ ഇവിടെ കാണാൻ കഴിഞ്ഞുള്ള എനിക്ക് വളരെ പ്രകൃതിയും ഈ ആശ്രമങ്ങളും അതൊക്കെ മതി, വേറെ എനിക്ക് ആവശ്യമില്ല. ഒരു സാമ്രാജ്യമോഹമില്ല, ഒരു രാജ്യാവകാശത്തിൻ്റെ താല്പര്യമില്ല, ഒരു മഹാരാജാവാകണമെന്ന്, ഒരു ചക്രവർത്തിയാകണമെന്ന് തെല്ലും മോഹമില്ല. ഭരതന് ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും ചെറിയ മോഹങ്ങളെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷത്തോടെ അയോധ്യ വിട്ടുകൊടുക്കാൻ രാമൻ തയ്യാറാണ്. അതറിയാനാണ് മാരുതിയെ അയച്ചത്, അല്ലെങ്കിൽ ഹനുമാനെ അയച്ചത്. ഹനുമാൻ അവിടെ ചെന്നു നോക്കി അതിനപ്പോൾ യാതൊരു കുഴപ്പമില്ല. ഹനുമാൻ തിരിച്ചു വന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ നോക്കൂ ആകാശത്ത്, അത് കാണുന്നത് എന്താണ് ആകാശത്ത് കാണുന്നത് എന്താണ്? ആകാശത്ത് കാണുന്നത് ശരിയായ നിലയിൽ പുഷ്പക വിമാനമാണ്. പുഷ്പകം ഇങ്ങോട്ട് എഴുന്നള്ളുകയാണ്. പുഷ്പകം ഇങ്ങോട്ട് എഴുന്നള്ളൂ. അപ്പോൾ ആ പുഷ്പകത്തിൽ എഴുതുന്നതുകൊണ്ട് രാമൻ പറയുന്നു, നോക്കൂ സീതേ, ഇതാണ് ഞാൻ രാവണനുമായിട്ട് യുദ്ധം ചെയ്ത സ്ഥലം. രാവണൻ മരിച്ചു കിടന്നത് ഇവിടെയാണ്. അത് കഴിഞ്ഞിട്ട് വന്ന് വിഭീഷണനെ കുംഭകർണനെ ഞാൻ കൊന്നിട്ടിരിക്കുന്നത് ഇവിടെയാണ്. അത് കഴിഞ്ഞിട്ട് മറ്റ് അതികായനെയും അകമ്പനെയും മറ്റാളുകളെയും വധിച്ച സ്ഥലം ഇതാണ്. അനവധി രാക്ഷസന്മാരോട് വാനരപ്പടകൾ ഏറ്റുമുട്ടി ജീവാപായം ഉണ്ടായ സ്ഥാനമാണ് ഈ കാണുന്നത് എന്നെല്ലാം കാണിച്ചു, ഓരോന്ന് കാണിച്ചു കൊടുക്കുകയാണ്. സീത മുകളിൽ ഇരുന്നുകൊണ്ട് കാണുക, പുഷ്പക വിമാനത്തിൽ ഇരുന്നുകൊണ്ട് ഇതെല്ലാം കാണുകയാണ്. അപ്പോഴിങ്ങനെ ഓരോ ദൃശ്യങ്ങളും കണ്ട് പിന്നെ ഒരു ദുഃഖത്തിൻ്റെ ആവശ്യമില്ലല്ലോ. യുദ്ധത്തിൻ്റെ ആവശ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാം ആ ഹൃദയസ്പൃക്കായ ആ കാനന കാഴ്ചകൾ, യുദ്ധരംഗത്തിൻ്റെ കാഴ്ചകൾ, ആ കിഷ്കിന്ധയിലെ കാഴ്ചകൾ അതെല്ലാം കാണുകയാണ്. അകലെ ഒരു കുന്നു ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാണ് കിഷ്കിന്ധ, സുഗ്രീവൻ്റെ സ്ഥലം. ഇവിടെ താഴ്വാരത്തിൽ വെച്ചാണ് ഞാൻ ഹനുമാനെ കണ്ടുമുട്ടിയത് എന്നൊക്കെ പറയാം. അങ്ങനെയെല്ലാം കാര്യങ്ങളെല്ലാം സീതയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഇത് സാവകാശത്തോടെ. അല്ലാതെ ആക്രാന്തം പിടിച്ച് രാജ്യത്തേക്ക് ഓടി വന്ന് ഭരതനെ കാണുകയൊന്നും ആയിരുന്നില്ല. അങ്ങനെ മെല്ലെ ഈ പുഷ്പക വിമാനം താഴെ അയോധ്യയിൽ ലാൻഡ് ചെയ്യുകയാണ്. അപ്പോൾ മുകളിൽ ഇരുന്നുകൊണ്ട് തന്നെ രാമൻ്റെ ദിവ്യരൂപം ഹനുമാൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു. ഭരതകുമാര നോക്കൂ, അതാണ് രാമൻ എന്ന്
ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. ആ ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോൾ അതെല്ലാം കണ്ടു. ലക്ഷ്മണനെ കണ്ടു, താഴെ വന്നു. ഭരതകുമാരനെ കണ്ടു. ഭരതൻ ഓടി വന്ന് ജ്യേഷ്ഠനെ കെട്ടിപ്പിടിച്ചു. ശക്തമായ ഒരു ആലിംഗനം. എന്ന് മാത്രമല്ല, എന്തൊക്കെ പരിദേവനങ്ങളാണ് പിന്നെയും പറയുന്നത്. അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് കഴിഞ്ഞ് അയോധ്യയിലേക്കുള്ള പ്രവേശമാണ്. ഇത് നന്ദിഗ്രാമം എന്ന സ്ഥലമാണ്. അയോധ്യയ്ക്ക് വെളിയിൽ നന്ദിഗ്രാമം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഭരതൻ ഈ യോഗിയായി തന്നെ കഴിയുന്നത്. യോഗിയായി തന്നെ എന്ന് പറയണം. എല്ലാ തരത്തിലുമുള്ള മാനസികമായ തന്നടക്കത്തോടുകൂടി മുനചര്യ പൂർണ്ണമായിട്ട് സ്വീകരിച്ചുകൊണ്ട് സർവസംഘ പരിത്യാഗി എന്നുള്ള നിലയിൽ ഇരുന്നുകൊണ്ട് തന്നെ രാജ്യം തന്നെ ഏൽപ്പിച്ച പ്രകാരം ഭരിക്കാം എന്ന് വിചാരിച്ച് ഭരിക്കുകയും അങ്ങനെ രാജ്യമോഹങ്ങളില്ലാതെ രാജാവായിരിക്കുകയും ചെയ്ത ആളാണ്. ഒരു രാജ്യമോഹവുമില്ലാതെ, ഒരു സാമ്രാജ്യമോഹവുമില്ലാതെ രാജ്യം ഭരിച്ച രാജാവ് ആണ് ഭരതൻ. ആ ഭരതൻ്റെ രാജ്യഭരണത്തെയും ആ രാജാവെന്നുള്ള സ്ഥാന ഗൗരവത്തെയും നമ്മളൊന്ന് പഠിക്കേണ്ടതാണ്. ഇതെങ്ങനെ സാധിക്കും? ഇപ്പോഴിങ്ങനെ പറയുമല്ല, എന്താണ് അധികാരം മറ്റൊരാൾക്ക് കൊടുക്കാതെ ആളുകൾ അവിടെ ഇവിടെയൊക്കെ പോകും. അധികാരം ആർക്കെങ്കിലും ഒന്ന് കൈമാറ്റം ചെയ്താൽ ഭരണം കുറേ കൂടെ നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. അത് തയ്യാറാവാറില്ല ഭരണകർത്താക്കന്മാർ. അങ്ങനെ നമ്മൾ കാണുന്നതേ അധികാരത്തിൻ്റെ ആ അംശവടി വിട്ടൊഴിയാൻ ആരും തയ്യാറല്ല. എന്തെങ്കിലും ഒരു അവകാശമോ അധികാരവും കയ്യിലുണ്ടെങ്കിൽ അത് എന്ത് രീതി പിടിച്ചാലും അത് കടിച്ചു പിടിച്ച് അതിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ഇത് നമ്മൾ കാണുന്നത്. ഇതങ്ങനെ അധികാരത്തിന് വേണ്ടി ഒരാവേശവും കാണിക്കാതെ ജീവിതം നന്നായി നയിക്കാൻ കഴിയുമെന്ന് കാണിച്ചു കൊടുക്കാൻ ഭരതന് കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഭരതനെ കൊണ്ട് സാധിപ്പിച്ചിട്ടുണ്ട് വാൽമീകി മഹർഷി, അല്ലെങ്കിൽ അധ്യാത്മരാമായണകാരൻ. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഭരതൻ വന്നു. അപ്പോൾ എല്ലാവരോടും പറഞ്ഞു, ഇന്നു മുതൽ ഞാനല്ല ഇവിടുത്തെ ഭരണം നോക്കുന്നത്, എൻ്റെ ജ്യേഷ്ഠൻ ഇതാ വന്നിരിക്കുന്നു. അപ്പോൾ പ്രജകളെല്ലാം അപ്പോഴത്തേക്ക് ഇങ്ങനെ വന്നു തിങ്ങിക്കൂടി രാമനെ കാണാൻ. ആ കാണാൻ കഴിയുന്ന അവസ്ഥയിലാണ് ഈ ഭരതൻ ഈ കാര്യങ്ങൾ അവരോടായിട്ടാണ് പറയുന്നത്. അല്ല അവിടെ തൽക്കാലം വന്ന വിസിറ്റേഴ്സിനോടല്ല പറയുന്നത്. ജനം വന്നുകൂടിയപ്പോൾ ആ ജനങ്ങളോടാണ് ഭരതൻ പറയുന്നത്. ഇനി മുതൽ ഈ കാര്യങ്ങളെല്ലാം നോക്കാൻ സാക്ഷാൽ രാമചന്ദ്രനുണ്ട്, അദ്ദേഹമാണ് നിങ്ങളുടെ ചക്രവർത്തി, അയോധ്യയിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഒരുക്കൂ എന്നാണ്. ശത്രുഘ്നോട് തന്നെ വിളിച്ച് പറഞ്ഞു, ശത്രുഘ്ന നീ പോയി അയോധ്യയെല്ലാം നന്നായിട്ട് ഒരുക്ക്. പിന്നെ കൂടെ ഉണ്ടായിരുന്ന സന്യാസവൃത്തിയോടുകൂടി തന്നെ കഴിഞ്ഞ മന്ത്രിമാരുണ്ട്, അവരെയും വിളിച്ചു പറയും, നിങ്ങളും പോയി അയോധ്യയിൽ വേണ്ടത് കാര്യങ്ങളൊക്കെ നോക്കൂ. അത് വളരെ അവിടത്തേക്ക് പ്രവേശിക്കാൻ ആവശ്യമായ രീതിയിൽ, രാമൻ അങ്ങോട്ട് പ്രവേശിക്കാൻ ആവശ്യമായ എല്ലാ അലങ്കാരങ്ങളും എന്തെല്ലാം രാജപ്രൗഢിയുള്ള ആർഭാടങ്ങൾ നമുക്ക് സ്വീകരിക്കാമോ അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് സാധ്യമാക്കൂ എന്നാണ് പറഞ്ഞത്. അയോധ്യയിലേക്ക് പ്രവേശിക്കുകയാണ്. ശ്രീരാമൻ വിമാനത്തിലിരുന്ന് 4 ഭാഗവും അങ്ങനെ വീക്ഷിച്ചു. എന്തെങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. സീതയോട് പറഞ്ഞു, ദേവി, ത്രികൂടാചലത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലങ്കാനഗരത്തെ മുതൽ നീങ്ങി അയോധ്യയിൽ വരെ എത്തിച്ചേർന്നിരിക്കുന്നു. വിവിധ കാഴ്ചകളൊക്കെ കണ്ടില്ലേ? എല്ലായിടങ്ങളും നിനക്ക് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നു. ഇനി നമുക്ക് അയോധ്യയിലേക്ക് പ്രവേശിക്കുകയാണ് വേണ്ടത്. ശ്രീരാമൻ സീതയോടും ലക്ഷ്മണനോടും കൂടി ചെന്ന് ഭരദ്വാജ മഹർഷിയെ നമസ്കരിച്ച് വിട വാങ്ങിയതിന് ശേഷമാണ് അയോധ്യയിലേക്ക് വളരെ ശ്രദ്ധാപൂർവമാണ് പ്രവേശിക്കുന്നത്. താൻ എത്രയോ കാലമായി വിട്ടൊഴിഞ്ഞ നഗരമാണ് അയോധ്യ. അയോധ്യയ്ക്ക് എത്തുന്നതിന് മുമ്പ് തനിക്ക് ഒരിടം കൂടെ ചെല്ലേണ്ടതുണ്ട്. അത് എവിടെയാണ്? നന്ദിഗ്രാമത്തിലാണ്. അവിടെയാണ് ഭരതകുമാരനുള്ളത്. അണുവിനെ കാണാതെ ഒരു രക്ഷയുമില്ല. തീർച്ചയായും അങ്ങോട്ട് പോകണം. ജ്ഞാനശക്തി കൊണ്ട് എല്ലാത്തിനും സാക്ഷിയായിരിക്കുന്ന ഭഗവാനെ സ്വീകരിക്കാൻ ഭരതൻ എല്ലാ നിലയിലും ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും അയോധ്യാവാസികളും കേട്ടറിഞ്ഞ് അവിടെ എത്തി. പുരുഷാരം അങ്ങനെ തിങ്ങി നിറഞ്ഞു. വളരെ ഗംഭീരമായ ഒരു പ്രകൃതിയുടെ അനുഗ്രഹം കൂടി അവിടെ ഉണ്ടാവുകയാണ്. അത് എല്ലാവരും വളരെ പ്രസാദമുള്ളവരും തേജസ്സുള്ളവരുമായി പരിണമിക്കുന്നു. ആ ഈശ്വര സാക്ഷാത്കാരം ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ. ഈശ്വരനെ സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ ഐശ്വര്യം താനേ വരും. എവിടെയെങ്കിലുമുള്ള ഐശ്വര്യങ്ങളെല്ലാം തൻ്റെ അടുത്തേക്കെത്തും. അതാണ് ഈ തേജപുഞ്ചം എന്ന് പറയും. ഈ തേജോ വലയിതമായ ഒരു ഭാവം ഈശ്വരത്വത്തിനുണ്ട്. അത് ഈശ്വരത്വത്തിന് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ബ്രഹ്മാത്മകത്വമാണ്. ബ്രഹ്മചൈതന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സാത്വികമായ രീതിയിൽ ജീവിക്കുന്ന ഒരാളുടെ മനസ്സ് എപ്പോഴും അത് പ്രകാശോജ്വലമായിരിക്കും, പ്രസാദോജ്വലമായിരിക്കും. പ്രകാശോജ്വലമായിരിക്കും, പ്രസാദോജ്വലമായിരിക്കും. ഈ 2 തരത്തിലും ഏറ്റവും ഉജ്ജ്വലമായിരിക്കുന്ന ഒരവസ്ഥ ഉള്ളതാണ്
ഈശ്വരത്വത്തെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ട് ഭക്തി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും മനുഷ്യനെ ഒരു സഹായിയായി, ഒരു കൂട്ടാളിയായി, ഒരു സുഹൃത്തായി, ഒരു അഭ്യുദയകാംക്ഷിയായി, സഹചാരിയായി ഉണ്ടായിരിക്കേണ്ടത് നല്ലതാണ്. അതാണ് ഭക്തിയുടെ ഏറ്റവും പ്രധാനമായ ഭാവം. എങ്ങനെയെല്ലാമൊക്കെയാണോ നമുക്ക് ഈശ്വരത്വത്തെ സാക്ഷാത്കരിക്കാൻ കഴിയുന്നത്, അതിനനുസരിച്ച് നമ്മുടെ ജീവിതം സ്വസ്ഥമാവും, ശമാധികളായ അവസ്ഥ ഉണ്ടാവും, സമാധാനം ഉണ്ടാവും. നമുക്ക് സമാധാനവും ഉണ്ടാകണം. സമാധാനം ഉണ്ടായാൽ മാത്രമേ സമാധാനവും ഉണ്ടാവൂ. അതായത് എന്നോടൊപ്പം തന്നെയാണ് നീവെന്ന തോന്നലാണ് സമാധാനം. ഇക്വാളിറ്റി, സമത്വം, തുല്യത, അതാണ് സമാധാനം. സമത്തെ ആധാനം ചെയ്യുക. ആ സമത്തെ ആധാനം ചെയ്യുന്നതോടൊപ്പം തന്നെ ശമത്തെയും ആധാനം ചെയ്യണം. അപ്പോൾ സമാധാനത്തിലൂടെ സമാധാനം ഉണ്ടാവുകയും സമാധാനത്തിലൂടെ ആത്മസാഫല്യത്തിന് ഇടയാവുകയും ചെയ്യുന്ന സന്യസ്തമായ ഒരു മനോഭാവം വികസിപ്പിച്ചെടുക്കുന്നതാണ് ശരിയായ മുനിവൃത്തി എന്ന് പറയുന്നത്. അതാണ് മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത്. സർവ്വ അഭ്യുദയങ്ങൾക്കും അപ്പുറത്തുള്ള ശ്രേയസ്കരമായ ഭാവം അതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, പ്രേയസ്സെന്നും ശ്രേയസ്സെന്നും രണ്ട് കാര്യങ്ങളുണ്ടെന്ന്. ആ പ്രേയസ് ഭൗതിക സുഖഭോഗങ്ങൾ വർദ്ധിപ്പിക്കാൻ ഉതകുന്ന കാര്യങ്ങളാണ്. എന്തെല്ലാം തരത്തിൽ നമുക്ക് ഭൗതികമായി നിലനിൽക്കുന്നതിനാവശ്യമായ വിഷയഭോഗങ്ങളും സമ്പൽസമൃദ്ധിയും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ അതെല്ലാം പ്രയോ സംസ്കാരമാണ്. അതിനപ്പുറത്താണ് ശ്രേയോ സംസ്കാരം. ആ ശ്രേയോ സംസ്കാരം കൊണ്ട് സംസ്കാരം ആർജിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു സംസ്കൃതിയുടെ ആവശ്യമില്ല. എല്ലാ തരത്തിലും അത് ശുദ്ധീകരിക്കപ്പെട്ടു, ഹൈലി പ്യൂരിഫിക്കേഷൻ നടന്നു കഴിഞ്ഞു. അപ്പോഴേക്കും സർവതല സ്പർശിയായ ശുദ്ധീകരണം നടക്കുക. ആ നടക്കുക ഈശ്വര സാക്ഷാത്കാരം കൊണ്ട് സാധിക്കുന്ന ഏറ്റവും പ്രധാനമായ കാര്യമാണ്. അതുകൊണ്ടാണല്ലോ എത്ര സമാധാനക്കേടുണ്ടെങ്കിലും നമ്മൾ ക്ഷേത്രത്തിൽ പോയി നിൽക്കുന്നു, ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചാൽ എവിടെ നിന്നോ നമുക്കൊരു സമാധാനം കിട്ടുക, ഒരു സമാധാനം കിട്ടുക, ഒരു സുഖം കിട്ടുക, ഒരു ആസ്വാദ്യത കിട്ടുകയാണ്. എന്തോ ഒരു പ്രത്യേകത അനുഭവപ്പെടുകയാണ്, ഒരു ഉൾക്കൊള്ളിലുണ്ടാവുകയാണ്. ഇത് ഈ സമർപ്പിത ചേതസ്സായാൽ മാത്രമേ ഉള്ളൂ. ചുമ്മാ ഒരാളെ കൊണ്ട് പോയി ഓടിച്ചെന്ന് ഭഗവാനെ എന്ന് പറയുന്ന തൊഴിലെന്ന് ചോദിച്ചൊന്നും കിട്ടാൻ പോകുന്നില്ല. അതല്ല, സമർപ്പിത ചേതസ്സായി കായേന വാച മനസേന്ദ്രിയൈർവ ബുദ്ധ്യാത്മനാവ പ്രകൃതേർ സ്വഭാവ കരോമി യജ്ഞൽ സകലം പരസ്മൈ നാരായണ ഇതി സമർപ്പയാമി അല്ലെങ്കിൽ സമർപ്പയേത്. ആ സമർപ്പിക്കണം. ആ സമർപ്പിത ചേതസ്സായിട്ടാണ് ഈശ്വരനെ ഭജിക്കുന്നതെങ്കിൽ തീർച്ചയായും അതുണ്ടാവും. മാത്രമല്ല, രാമാന്തികത്തിൽ ചെല്ലുമ്പോൾ ഈ കാന്തത്തിൻ്റെ അടുത്ത് ഇരുമ്പ് എങ്ങനെയാണോ ആകർഷിക്കുന്നതെന്ന് പറഞ്ഞ പോലെ ഒരു അത്യാകർഷണം അവിടെ സാധിക്കുകയും ചെയ്യും. രാമനെ പിരിഞ്ഞിരിക്കാൻ ആർക്കും കഴിയില്ല. രാമനാണല്ലോ. രമാപതേ എന്നാണ്. പിന്നെ രാമനുള്ളത് രമയുമുണ്ട്, രമയിലുള്ളത് രാമനുമുണ്ട്. എന്താണത്? ആനന്ദവും ഐശ്വര്യവും. സർവതല സ്പർശിയായ ആനന്ദവും സർവ്വ ഐശ്വര്യപ്രദായകമായ അവസ്ഥയും രണ്ടും ഒരുമിക്കും. ആ ഒരുമിക്കണം. സാധാരണ എല്ലായിടത്തും അങ്ങനെ ഉണ്ടാവില്ല. കലയും കമലയും എപ്പോലെ തവ കലയമാമി ഞാൻ അപ്പോലെ എന്നാണ് നളചരിതത്തിൽ പറയുന്നത്. എന്ന് വെച്ചാൽ ഈ വിഷ്ണു ഇരിക്കുന്നിടത്ത്, ഭക്തി ഇരിക്കുന്നിടത്ത് ഐശ്വര്യം ഉണ്ടാവില്ല, ഐശ്വര്യം ഉണ്ടാകുന്നത് വിഷ്ണു ഇരിക്കില്ല എന്നാണ് ആളുകൾ സാധാരണ പറയുക. ഇത് രണ്ടും ഒരുമിപ്പിക്കുന്നതിനുള്ള ഉപാധിയാണ് ഭക്തി. ആ ഭക്തി ഇല്ലെങ്കിൽ രണ്ടും ഒരുമിച്ചിരിക്കുകയേ ഇല്ല ഒരിക്കലും. അതാണ് എപ്പോഴും ശ്രദ്ധിക്കാനുള്ള പ്രധാനമായ കാര്യം. ശ്രദ്ധിക്കേണ്ട അംശങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് ഇങ്ങനെ. അപ്പോൾ രാമന് പിന്നെ ഈ നന്ദിഗ്രാമത്തിൽ എത്തുകയാണ്, ഭരതനെ കാണുകയാണ്. ഭരതൻ ഓടി വന്ന് അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുകയാണ്. എല്ലാ നിലയിലും സർവ്വശാന്തമായ ഒരവസ്ഥ ഉണ്ടാവുകയാണ്. അതിനു മുമ്പ് തന്നെ ഭരതൻ ഏൽപ്പിച്ച പ്രകാരം അയോധ്യ നഗരി അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ദിവ്യനായ ഒരാളെ സ്വീകരിക്കാൻ വേണ്ടി, പരമപുരുഷോത്തമനായ ശ്രീരാമചന്ദ്രനെ സ്വീകരിക്കാൻ വേണ്ടി അയോധ്യ നഗരി ആകപ്പാടെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സർവ്വ തോരണങ്ങളെ കൊണ്ടും സർവ്വ ആഭരണങ്ങളെ കൊണ്ടും വിശിഷ്ടമായ എല്ലാ അലങ്കൃത വസ്തുക്കളെ കൊണ്ടും ചമയിച്ചൊരുങ്ങിയ അതിസുന്ദരിയായ സാത്വിക പ്രൗഢിയുള്ള ഒരു വനിതയെപ്പോലെ അയോധ്യ നഗരി പ്രശോഭിച്ചു. അവിടെ മാതാക്കന്മാരെന്ന് പറഞ്ഞാൽ മാതാവും പിതാവും എന്നർത്ഥമില്ല, അവിടെ അമ്മമാരെന്നേ ഉള്ളൂ അർത്ഥം. പിന്നെ കൗസല്യയും കൈകയും സുമിത്രയും അടങ്ങുന്ന അമ്മമാർ, അന്തഃപുര സ്ത്രീകൾ, ഒരുപാട് പ്രജകൾ, എത്ര അധികം ആളുകളാണ്. ഈ ജനസഞ്ചയം മുഴുവൻ എല്ലാവരുടെയും കണ്ഠത്തിലും കർണങ്ങളിലും മിഴികളിലും മനസ്സുകളിലും നിറഞ്ഞിരിക്കുന്ന ഒരേ ഒരു ഭാവം, രാമനെ സ്വീകരിക്കുക, ശ്രീരാമചന്ദ്രനെ സ്വന്തം രാജ്യത്തിലേക്ക് വീണ്ടും കൊണ്ടുവരിക, ഒരു സമാഗമത്തിൻ്റെ വേദി ശ്രദ്ധാപൂർവ്വം ഒരുക്കിയെടുക്കുക, ആദരവിനും സ്നേഹത്തിനും വാത്സല്യത്തിനും പരിഗണനയ്ക്കും ഒരിക്കലും ഒരു കുറവും ഉണ്ടാവാതിരിക്കുക എന്ന ഒരു സമ്പ്രദായം അവിടെ സാക്ഷാത്കരിക്കപ്പെടുകയാണ്. അത്ര ദിവ്യമായ ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കപ്പെടുക.
അങ്ങനെ സീതാദേവി വേറെ പല്ലക്കിൽ സീതാദേവിയും മറ്റു പരിവാരങ്ങളും ഈ സരമ രൂപ തുടങ്ങിയുള്ള ആളുകൾ എല്ലാവരും കൂടെ വേറെ മേനാവുകളിലും പല്ലക്കിലും ഒക്കെ ആയിട്ട് അങ്ങോട്ട് പോയി. ബാക്കി കുറേ ആളുകൾ വേറെ വാഹനങ്ങളിൽ പോയി. ശ്രീരാമൻ അലങ്കരിച്ച സ്വർണ്ണരഥം ഒരുക്കി അതിനകത്ത് രാമനെ എല്ലാവരും പിടിച്ചിരുത്തി. അങ്ങനെ സുവർണ്ണരഥത്തിൽ ഇരുന്നു കൊണ്ട് രാമനും അയോധ്യയിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ ചെന്നാദ്യമായി അയോധ്യ നഗരിയെ നമസ്കരിച്ചു. നമസ്കരിച്ചതിന് ശേഷം രാമൻ ഇരുന്നു. എല്ലാ ആളുകളും മുനിമാരെല്ലാവരും വന്നു. വസിഷ്ഠൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം മുനിമാർ വന്നു. ഭരദ്വാജാദികൾ മുനിമാർ വന്നു. കുറേയധികം മുനിമാർ. ഈ മുനിമാർ എല്ലാം വന്നു. അതിന് മുമ്പ് തന്നെ ഈ വാനരന്മാരോട് പറഞ്ഞു, നിങ്ങൾ എല്ലാ സമുദ്രത്തിലും പോയി, 4 സമുദ്രങ്ങളിലാണ് ഉദ്ദേശിക്കുന്നത്, 4 സമുദ്രങ്ങളിൽ പോയി അവിടെ നിന്നുള്ള തീർത്ഥങ്ങൾ മുക്കിക്കൊണ്ട് വരണം. സ്വർണ്ണ കലശമാണ് കൊടുത്തത്. സ്വർണ്ണങ്ങളുടെ കലശം കൊടുത്തു. ഈ കലശങ്ങളിൽ സമുദ്രത്തിൽ മുക്കിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞു. അവർ വളരെ പെട്ടെന്ന് വായുവേഗത്തിൽ അവന്മാർ പറന്നുപോയിട്ട് 4 സമുദ്രങ്ങളിൽ നിന്ന് തീർത്ഥജലം മുക്കിക്കൊണ്ട് വന്നു. ആ തീർത്ഥങ്ങൾ വസിഷ്ഠൻ, അഗസ്ത്യമുനി തുടങ്ങിയുള്ള മുനിമാരെല്ലാവരും അവിടെ എത്തിയിരുന്നു. അങ്ങനെ അഗസ്ത്യനും വസിഷ്ഠനും എല്ലാവരും കൂടെ ചേർന്ന് രാമൻ്റെ ശിരസിലൂടെ ഈ തീർത്ഥം എല്ലാം ഒഴിച്ച് അഭിഷേകം ചെയ്തു. അഭിഷേകം ചെയ്യുമ്പോഴും ജലത്തിൻ്റെ സാന്നിധ്യം അത്യാവശ്യമാണ്. ആ ജലാധിവാസമാണ്. കാരണം വെള്ളത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടാവുന്നത്. ജലം എന്നുള്ളതാണ്. ജലം അസാമാന്യമായ ശക്തിസിദ്ധികളുള്ള ഒരു സാധനമാണ്. പൂജയ്ക്ക് മുമ്പ് നമ്മൾ വെള്ളമാണ് എടുക്കുന്നത്. വെള്ളത്തെ നമ്മൾ സങ്കല്പിക്കുന്നത് എങ്ങനെ? ഓം ഗംഗേജ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു എന്നാണ് പൂജകൻ കിണ്ടിയിൽ നിറച്ചു വച്ചിരിക്കുന്ന വെള്ളത്തിന് അടച്ചു പിടിച്ചുകൊണ്ട് വിരൽ കൊണ്ട് അടച്ചു പിടിച്ച് വച്ചിട്ട് ജപിക്കും. മനസ്സിൽ ഈ 7 തീർത്ഥങ്ങളും ഏതൊക്കെയാണ്? ഗംഗ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ഇങ്ങനെ പറയുന്ന ഈ പുണ്യതീർത്ഥങ്ങളെ മനസ്സിൽ സങ്കല്പിച്ച് ആ സങ്കല്പാതുപചാരിത എന്ന് പറയും. സങ്കല്പം കൊണ്ട് ഇവിടേക്ക് ആവാഹിച്ചു കൊണ്ടുവരിക. ആവാഹിച്ചു കൊണ്ടുവന്നാൽ കിണ്ടിയിൽ നിറച്ചു വച്ചിരിക്കുന്ന വെള്ളം തീർത്ഥമായി എന്നർത്ഥം. ആ തീർത്ഥ ജലമാണ് തളിക്കുക. ആ വെള്ളം എടുത്തോ അയാൾ ഇങ്ങനെ കൈ മുദ്രയായിട്ട് പിടിച്ചിട്ട് അല്പം ഒഴുകി, ഒരു തുള്ളി ആയാലും മതി. അതായത് ഒരു എള്ളിൻ്റെ വെള്ളമല്ലോ ഒരു ഉഴുന്ന് പരിപ്പിൻ്റെ നേർപകുതി എത്രയുണ്ടോ അത്രയും വെള്ളം മതി. ആ വെള്ളം അയാൾ ആചമിക്കണം, കുടിക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ അംശം ഈ കണ്ഠനാളത്തിലൂടെ താഴേക്ക് ഇറങ്ങണം. ആ പൂജകൻ ആദ്യം ചെയ്യുന്നത് ഉദകം എന്ന് പറയുന്ന അവസ്ഥ. ആ വെള്ളം അതാണ്. ആ വെള്ളത്തിന് അപാരമായ പ്രാധാന്യമുണ്ട്. നമ്മുടെ വെള്ളത്തിനും അഗ്നിക്കുമാണ്. അഗ്നിക്കുള്ള സവിശേഷത എന്താ? അഗ്നിദേവൻ സീതയെ കൊണ്ടുവന്നല്ലോ. അഗ്നിപ്രവേശം ചെയ്ത സീതയെ സംരക്ഷിച്ച് കൊണ്ടുവന്നത് അഗ്നിദേവനാണെന്ന് നമ്മൾ കണ്ടു. ഇന്നലെ കണ്ടതാണ്. അഗ്നിദേവൻ കൊണ്ടുവന്ന് ഞാൻ ആജ്ഞാപിക്കുകയാണെന്ന് പറയുന്നത് രാമൻ്റെ സീതയെ കൊണ്ട് കൊടുക്കുന്നത്. ആരാണ് ഈ അഗ്നി? അഗ്നിക്കൊരു സവിശേഷതയുണ്ട്. സ്വയം ശുദ്ധനായിരുന്നു കൊണ്ട് മറ്റുള്ളതിനെ ശുദ്ധീകരിക്കാൻ കഴിയുക. അത് അഗ്നിക്കല്ലാതെ വേറെ ഒന്നിനും കഴിയില്ല. ഓർത്ത് നോക്കിയേ, സ്വയം ശുദ്ധമായിരുന്നു കൊണ്ട് മറ്റൊന്നിനെ ശുദ്ധീകരിക്കുക. അങ്ങനെയാണോ? നമുക്ക് സാധാരണ നമ്മൾ വെള്ളം കൊണ്ട് വസ്തു കഴുകുക, ആ വെള്ളം അശുദ്ധമാവില്ലേ? ഏതൊരു സാധനം കൊണ്ട്, പെട്രോൾ കൊണ്ട് കഴുകുന്നു, മണ്ണെണ്ണ കൊണ്ട് കഴുകുന്നു, മറ്റെന്തെങ്കിലും കൊണ്ട് കഴുകുന്നു, അത് സാധനം അശുദ്ധമാവില്ലേ? പക്ഷെ അഗ്നിക്ക് അതില്ല. അഗ്നിയുടെ ദാഹക സ്വഭാവത്തിൻ്റെ ഏറ്റവും പവിത്രമായ ഭാവം എന്ന് പറയുന്നത് സ്വയം ശുദ്ധമായിരുന്നു കൊണ്ട് മറ്റൊന്നിനെ ശുദ്ധീകരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ പവിത്രമായ കർമ്മങ്ങൾക്കും അത് നമ്മൾ നിലവിളക്ക് കൊളുത്തി വയ്ക്കുക. അഗ്നി അവിടെ ആധാരം ചെയ്യുകയാണ്. അഗ്നി അവിടെ ആവശ്യമാണ്. എല്ലാം അഗ്നിയിലാണ്. അഗ്നിയും സ്വാഹയുമാണ് അവിടെ പ്രാധാന്യമായിട്ടുള്ളത്. സ്വാഹ അഗ്നിയുടെ പത്നിയാണ്. സ്വാഹ വരും. സ്വാഹാദേവിയെയും അതാണ് മന്ത്രമൊക്കെ ജപിക്കുമ്പോൾ സ്വാഹ സ്വാഹ എന്ന് പറയുമല്ലോ. എന്താ കാര്യം? അഗ്നിയെയും സ്വാഹയെയും അവിടെ സ്വാധീനിച്ചുകൊണ്ട് ആവാഹിച്ച് നിർത്തുകയാണ്. സംവാഹനമാണ്. ഈ സംവാഹന പ്രക്രിയ വരുന്നതോടുകൂടി നമ്മുടെ ഊർജ്ജത്തെ മുഴുവൻ അവിടേക്ക് ഏകീഭവിപ്പിക്കാൻ കഴിയും. സമസ്ത ഊർജ്ജധാര ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ബ്രഹ്മാണ്ടത്തിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഊർജ്ജ പ്രവാഹത്തെ മുഴുവൻ ഈ ഒരു പ്രത്യേക ഇടത്തേക്ക് ആവാഹനം ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരവസ്ഥയ്ക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഈ വെള്ളവും അഗ്നിയും അഗ്നിയുടെ ഭാര്യയായ സ്വാഹയും ആണ് വേണ്ടത്. അതാണ് മന്ത്രത്തിൻ്റെ സിദ്ധിയും. മന്ത്രമെന്ന് പറയുമ്പോൾ വെറുതെ അല്ല ഈ മന്ത്രം എന്ന് പറയുന്നത്. മനസ്സിൽ ഒരുങ്ങിക്കിട്ടണം. നമ്മൾ ഏതക്ഷരമാണോ ജപിക്കാൻ തുടങ്ങുന്നത് ആ അക്ഷരത്തിലൂടെ ആവാഹിക്കപ്പെടുന്ന ഒരു രൂപപരമായ അവസ്ഥയുണ്ട്. ഈ രൂപപരമായ അവസ്ഥ നമ്മുടെ മനസ്സിലുണ്ടാവണം. ദൈവമേ എന്ന് പറയുമ്പോൾ ഏത് രൂപത്തിൽ നമ്മൾ കാണുന്നേ? കൃഷ്ണനെ കാണുമോ? ശ്രീരാമനെ കാണുമോ? മുരുകനെ കാണുമോ? ഗണപതിയെ കാണുമോ? ആരെ കാണും? ഏത് രൂപമായാലും മതി. അങ്ങനെ ഒരു രൂപത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയാകാശത്തിൽ ഉണ്ടാകണം. ആ ഹൃദയാകാശത്തിൽ വിടരുന്ന ഒരു സൂര്യബിംബം പോലെ ചൈതന്യധന്യമായിരിക്കണം നാം സങ്കല്പിക്കുന്ന വിഗ്രഹപരത, ആ രൂപപരത.
ആ വിഗ്രഹത്വം ഉണ്ടെങ്കിലേ, ആ രൂപപരമായ ആ ആവാഹനം നമ്മുടെ മനസ്സിൽ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സ് ശ്രദ്ധാപൂർവമായ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രാർത്ഥനാനിരതമായ അവസ്ഥയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഇതാണ് സമർപ്പിത ചേതസ്സെന്ന് ഞാൻ പറഞ്ഞത്, വെറുതെ പറഞ്ഞതല്ല. ഇത്തരം കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മളവിടെ ഗ്രഹിക്കാനുണ്ട്. അപ്പോൾ ഈ അഭിഷേകം കഴിഞ്ഞു. അഭിഷേകം കഴിഞ്ഞതിന് ശേഷം എല്ലാവരെയും പലയിടങ്ങളിലേക്കായിട്ട് പറഞ്ഞയച്ചു. ഏതാണ്ട് 11,000 വർഷം രാമൻ അവിടെ ഇരുന്നു കൊണ്ട് ധർമാത്മകമായ നിലയിലുള്ള ഭരണം നടത്തുകയാണ്. ഇതിനിടയിൽ പ്രജകൾക്ക് നമ്മുടെ മഹാബലിയുടെ കാര്യം പറയുന്നത് പോലെ അതൊരു യൂട്ടോപ്യൻ ഡ്രീമാണ് അല്ലേ? മാവേലി നാട് വാണിയിടും കാലം മാഷെല്ലാവരും ഒന്നുപോലെ, കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളി വെച്ചാൽ അങ്ങനെ ഒരു കാലം ഉണ്ടായിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഒരിക്കലും ഉണ്ടാവില്ല. കള്ളവുമില്ല, ചതിവുമില്ല, എള്ളോളമില്ല, പൊളി വെച്ചാൽ ഒരിക്കലും സാധ്യമല്ല. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ സാധ്യമല്ല, ഒന്നുപോലെ ആവില്ല, വ്യത്യസ്തമായിരിക്കേ ഉള്ളൂ. ആ വ്യത്യസ്ത ഭാവങ്ങളിൽ യോജിപ്പിന് ഉതകുന്ന ഒന്നോരോ ചില കാര്യങ്ങളുണ്ടാവും എന്നേ ഉള്ളൂ. പൂർണ്ണമായ അർത്ഥത്തിൽ ഒരിക്കലും ഒന്നായിരിക്കാൻ സാധ്യമല്ല. രാമരാജ്യത്തിലും ഈ കള്ളവും ചതിവും ഒന്നും ഇല്ലാതെ സുഭിക്ഷമായി കഴിഞ്ഞു എന്നുള്ള ഒരു അവതരണം വാൽമീകി നടത്തിയിട്ടുണ്ട് എന്നുള്ള ഓർമ്മയിൽ നിന്നാവണം മാവേലി കഥയിലും മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറഞ്ഞത്. ആ മാവേലി കഥ ഉണ്ടാകുന്നത് ദ്വാപരയുഗത്തിലാണ്, ത്രേതായുഗത്തിലല്ല. അപ്പോൾ ത്രേതായുഗ സങ്കല്പങ്ങളിലുണ്ടായ ജീവിത ദർശനത്തിൻ്റെ ഓരോ സവിശേഷതകളുമാണ് പിൽക്കാല യുഗങ്ങളിലേക്ക് സംക്രമിച്ച് പല സാഹിത്യങ്ങളായാലും പല ധാരണകളായാലും പല ആചാരങ്ങളായാലും പല വിശ്വാസങ്ങളായാലും പല അനുഷ്ഠാനങ്ങളായാലും ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഉണ്ടാവുകയാണ്. ഇത്തരം അനുഷ്ഠാനങ്ങളിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് എപ്പോഴും. ഈ അനുഷ്ഠാനങ്ങളെ അതാണ് എപ്പോഴും നമ്മൾ ഒരു കാര്യം കണ്ടാൽ ആ കാര്യത്തെ വിശ്വസിക്കുക. വിശ്വാസം ആചാരമായി പരിണമിക്കുന്നു, ആചാരം അനുഷ്ഠാനമായി തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇതാണ് നമ്മുടെ മതബോധങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന കാര്യം. ഏത് മതത്തിൽ നിന്നായാലും ഏത് മതങ്ങളിൽ നിന്നായാലും ഈ മതബോധനം എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാകുന്നതാണ്? ആദ്യം ഏതെങ്കിലും രൂപത്തിൽ നമുക്കൊരു വിശ്വാസം ജനിക്കുകയാണ്. ആ വിശ്വാസം എപ്പോഴും ആചാരങ്ങളെ സൃഷ്ടിക്കുന്നു. ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് അനുഷ്ഠാനം ഇങ്ങനെ പകർത്തപ്പെടുകയും പകരുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതാണ് ശരിയായ പ്രാർത്ഥനയുടെ സ്വഭാവം. അത്തരം ഒരു അവസ്ഥ, ആ പ്രാർത്ഥനാനിരതമായ ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നത് കൊണ്ട് എന്താണ് ഗുണം? മൂല്യങ്ങളെ സംരക്ഷിക്കും. ഫണ്ടമെൻ്റൽ വാല്യൂസ് ഓഫ് അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് ഇത്തരം വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ഉപകരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. എപ്പോഴുമുള്ള പ്രാധാന്യം അതാണ്, അതിൻ്റെ പ്രസക്തിയും അതാണ്. അത് കാലപ്പഴക്കമില്ലതിന്, ദേശകാലങ്ങളുടെ വ്യത്യാസമില്ലതിന്. അതിങ്ങനെ പരമ്പരയാ തുടർന്നു പോരുന്നു, എക്കാലവും തുടരുക തന്നെ ചെയ്യും. എത്ര തന്നെ നിഷേധിക്കുന്നവരുണ്ടായാലും, എത്ര തന്നെ അവിശ്വാസികളുണ്ടായാലും, എത്രയൊക്കെ മോശമാണ് എന്ന് അതിനെ ആക്ഷേപിക്കുന്നവരുണ്ടായാലും ഇത് നിലനിന്നുകൊണ്ടേയിരിക്കും. അനവധി ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ പല കണ്ഠങ്ങളിലൂടെ, പല മനസ്സുകളിലൂടെ, പല പ്രവൃത്തികളിലൂടെ, പല ആചാരങ്ങളിലൂടെ അതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. ആ തുടർക്കഥയാണ് നമ്മുടെ ജീവിതം. ആ തുടർക്കഥയ്ക്ക് ആവശ്യമായി വരുന്ന മൂല്യസങ്കല്പങ്ങളാണ് ഇത്തരം ഗ്രന്ഥങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്നതും പ്രചാരപ്പെടുന്നതുമായ വസ്തുതകൾ. ആ വസ്തുതകളിലേക്കാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ കൊരുത്തു വെക്കേണ്ടത്. ആ ജീവിതത്തെ ഇങ്ങനെ കൊരുത്തു വയ്ക്കുമ്പോൾ അതിന്മേലിങ്ങനെ വിടാതെ പിടിക്കാൻ കഴിഞ്ഞാൽ, ഈ മൂല്യങ്ങളിൽ അള്ളിപ്പിടിക്കാൻ കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു ശുദ്ധി വേറെയില്ല. എല്ലാത്തിനും പ്രധാനമായിട്ട് വേണ്ട ശുദ്ധി ഏതാണ്? മനഃശുദ്ധിയാണ്. ആ മനഃശുദ്ധി വരുത്താൻ ഇത്തരം ആചാരങ്ങൾ കൊണ്ട് സാധിക്കും, ഈ അനുഷ്ഠാനങ്ങൾ കൊണ്ട് സാധിക്കും, ഇത്തരം പഠന പരിപാടികൾ കൊണ്ട് സാധിക്കും, ഇത്തരം ഏകാഗ്രമായ ഒരവസ്ഥ കൊണ്ട് സാധിക്കും. ഇത് സാധിക്കേണ്ടതാണ് നമ്മുടെ ആവശ്യം. ജീവിതത്തിൻ്റെ എക്കാലവും ഉള്ള പ്രാധാന്യ വസ്തുതയും അതാണ്. അപ്പോൾ ഈ പട്ടാഭിഷേകം എന്നുള്ള ആ അംശത്തോടുകൂടി യഥാർത്ഥത്തിൽ അധ്യാത്മരാമായണം കിളിപ്പാട്ട് സമാപിക്കുന്നുണ്ടെങ്കിലും തുടർന്ന് വരുന്ന ഉത്തരരാമായണം കൂടി കുറച്ച് ഭാഗങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ഉത്തരരാമായണം രചിക്കുന്നത് സാക്ഷാൽ വേദവ്യാസനാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെയാണ് കൂടുതൽ പേരും വിശ്വസിക്കുന്നത്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ പലയിടങ്ങളിലും ഒരുമിപ്പിച്ച് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ പിൽക്കാലത്ത് ഭാരത ഇതിഹാസത്തിലെ ഭഗവത്ഗീതാ ഭാഗങ്ങളിൽ കാണുന്ന തത്വസംഹിതകൾ മുഴുവനും ഈ ഉത്തരരാമായണത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വിശദീകരിക്കപ്പെടുകയും സൂചിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് പിന്നെ കുറേ കഥകളൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രസക്ത ഭാഗങ്ങളെക്കുറിച്ച് നാളെ ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ പ്രഭാഷണം സമാപിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്.